ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നാളെ നോമ്പാണ്. അപ്പോൾ ഇന്ന് നോമ്പിൻ്റെ ഒരു തിരക്കാണ് ഞങ്ങൾ കാണിച്ചു തരാൻ പോണത്. എസ് എം സ്ട്രീറ്റിലാണ് ഉള്ളത്, കാലിക്കറ്റ് കോഴിക്കോടിലെ അതിമനോഹരമായ മുട്ടായി തെരുവാണ് ഞങ്ങൾ ഇന്ന് കാണാൻ പോണത്. അപ്പോൾ ഗൈസ് നമ്മൾ തുടങ്ങാൻ പോവാണ്. ഹായ്. അപ്പോൾ നാളെ നോമ്പല്ലേ? നാളെ നോമ്പാണ്. എന്തൊക്കെയാണ് പറയാനുള്ളത് നോമ്പിനെ കുറിച്ച്? നാളെ മുതൽ എല്ലാം നമ്മള് പള്ളിയിലൊക്കെ പോയി നിസ്കരിച്ചിട്ട് അല്ലെ നല്ല ചെക്കനെ നടക്കാൻ പോകണം. ഓക്കെ, നിങ്ങൾക്കോ എന്താ പറയാനുള്ളത്? എല്ലാരും നോമ്പ് നോക്കാം, പള്ളിയിൽ പോവാം. ഓക്കെ, അപ്പോ എല്ലാരും ഒന്ന് ക്യാമറ നോക്കി രായി പറഞ്ഞു. നാളെ ഇതിൽ ഒന്നുമില്ല, ഫുള്ളി നീറ്റാണ്. ഈ 10 വൈകുന്നേരം. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന്റെ മുന്നേ ഭയങ്കര ഡേഞ്ചർ ആയില്ലേ? അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അങ്ങനെ ഒന്നും കൂടെ നന്നാവാലും. ഓക്കെ, എന്നാ നമുക്ക് യൂട്യൂബിൽ വെച്ച് കാണാം. ഓക്കെ ഓക്കെ ബൈ ഗൈസ്. എസ് എം സ്ട്രീറ്റിലെ കാലിക്കറ്റ് കോഴിക്കോട് എസ് എം സ്ട്രീറ്റിലെ തിരക്കാണ് നിങ്ങൾ ഇതിന്റെ ക്യാമറയിൽ കാണുന്നത്. നോമ്പ് സംബന്ധിച്ച ഒരു തിരക്കാണ്. അപ്പൊ എല്ലാരും നമ്മൾ ചോദിച്ചു നോക്കാം ഗൈസ്. അപ്പൊ നാളെ നോമ്പല്ലേ? നോമ്പിനെ കുറിച്ച് എന്തൊക്കെയാ പറയാനുള്ളത്? നോമ്പിനൊരു 6:30-7 മണിയായ നല്ല ഫുഡ് കിട്ടും. പിന്നെന്ന് പറഞ്ഞാല് എല്ലാരും നന്നാവാ, എല്ലാ ദുശീലങ്ങളൊക്കെ മാറ്റിച്ചിട്ട് നന്നാവാ. പിന്നെ പഠിച്ചോనికి വേണ്ടി ജീവിക്കും ഒരു മാസം. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞതിന് വളരെ നന്ദി. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നോമ്പ് അടിപൊളിയാക്കണം. എല്ലാം 30 നോമ്പ് പിടിക്കോ? എടുക്കും. എന്നെ കൊണ്ട് കയ്യോ? എടുക്കും. കയ്യോ? നമ്മളോട് ഈ വേരത്തടക്കം എന്നെ കൊണ്ട് നോമ്പ് പിടിക്കാൻ കയ്യോ? എല്ലാം കയ്യോ? എല്ലാം കയ്യോ? ഞാൻ ഇവിടെ മൊത്തം നോക്കാൻ മാറ്റി കാണട്ടെ. എല്ലാം മാറ്റി വെക്കും. എല്ലാം മാറ്റി വെക്കും. ഗൈസ്, അപ്പൊ നിങ്ങള് കണ്ടില്ലേ, ഫുൾ ഡേഞ്ചർ ടീമാണ് ഇവിടെ എസ് എമ്മിലുള്ളത്. ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ പക്ക ഡേഞ്ചർ. ഹായ്. ഓക്കെ, നാളെ നോമ്പല്ലേ? എന്താ സ്ഥിതി? എന്ത് കുടിക്കണം? ഓക്കെ, ആയിക്കോട്ടെ. ചെരുപ്പൊന്ന് കുറച്ച് കൊടു. ഓക്കെ ഗൈസ്, അവിടെയൊക്കെ ഒന്ന് പോയേക്കാം. അപ്പൊ നാളെ നോമ്പല്ലേ? എന്താ പറയാനുള്ളത്? ഓക്കെ, അപ്പൊ എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ? ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞതിന് വളരെ നന്ദി. അപ്പൊ ക്യാമറ നോക്കി ഒരു ആയി പറഞ്ഞു. ഓക്കെ ഗൈസ്, അപ്പോ ഗൈസ് ഇതൊക്കെ ഒന്ന് എസ് എം സ്ട്രീറ്റിലെ തിരക്കാണ് നിങ്ങൾ ക്യാമറയിൽ കാണുന്നത്. ഗൈസ്, ഇവിടെ മൊത്തം ഫാൻസ് ആണ് ഗൈസ്. എന്താ പറയാ? ഓക്കെ, ഹാപ്പി അല്ലേ? ഓക്കെ ഗൈസ്, എസ് എം സ്ട്രീറ്റ് കാലിക്കറ്റ് എസ് എം സ്ട്രീറ്റ് നോമ്പിന്റെ തിരക്കാണ് കാണുന്നത് ഗൈസ്. മുട്ടായി തെരുവാണ്. മേലെ കൂടെ എന്തോ സാധനം പോകുന്നുണ്ട്. മൊത്തം ഇവിടെ വൻ വിലക്കുറവ് കാര്യങ്ങളാണ്. ഇനി ഇവിടെ വേറെ ടീം ഗൈസ്. ഓക്കെ, പറഞ്ഞോളൂ. നാളെ നോമ്പല്ലേ? എന്താ പറയാനുള്ളത്? ആണല്ലേ? അപ്പൊ നാളെ നോമ്പല്ലേ? എന്തൊക്കെയാ പറയാനുള്ളത്? ഓക്കെ ഓക്കെ. വെളുത്തിന്. ഓക്കെ ഗൈസ്, ഡേഞ്ചറാ ഗൈസ് ഇവിടെ. ഗൈസ്, നമ്മള് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. എസ് എം സ്ട്രീറ്റിലാണെന്നുള്ളത്. കാലിക്കറ്റിലെ ഒരു എല്ലാ ജനങ്ങൾക്കും വരാൻ പറ്റിയ ഒരു സ്ട്രീറ്റാണ് നിങ്ങൾ ഇതിൻ്റെ ക്യാമറയിൽ കാണുന്നത്. എല്ലാ ജനങ്ങളും ഉണ്ടാവും. ഭയങ്കര തിക്കും തിരക്കുമായിട്ടുള്ള ഒരു ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു അതിമനോഹരമായ ഷോപ്പിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ നാളെ നോമ്പല്ലേ? നോമ്പിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്? പിന്നെ അപ്പോൾ ക്യാമറ നോക്കി രായി പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ നോമ്പ് ഉഷാറാവട്ടെ. ഓക്കെ, അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ പിന്നെയും പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെ കാലിക്കറ്റിലെ സ്ട്രീറ്റാണ് ഗൈസ്. ഫുൾ എല്ലാ ആൾക്കാരും വരുന്ന ഒരു സ്ട്രീറ്റാണ് ഗൈസ് ഇതിൻ്റെ ക്യാമറയിൽ കാണുന്നത്. വൻ ഡേഞ്ചറാണ് ഈ സ്ട്രീറ്റ് എന്ന് വെച്ചാൽ. വൻ വിലക്കുറവ് കാര്യങ്ങൾ, പിന്നെ ഈ നോമ്പിൻ്റെ സംബന്ധിച്ച കാര്യങ്ങൾ, പിന്നെ എല്ലാം ഉണ്ടാവും. ഡ്രസ്സ്. ഗൈസ്, അപ്പോൾ എല്ലാവരും ഉണ്ടാവും ഗൈസ്. നമ്മളിവിടെ കുറച്ചൊരു വൈറലായിപ്പോയി ഗൈസ്. അപ്പോൾ നോമ്പ് എങ്ങനെ ഗൈസ്? അപ്പോൾ നോമ്പിന് ഇവിടെ അലുവൊക്കെ ഇവിടെ കിട്ടും. ഇത് എസ് എം സ്ട്രീറ്റിലാണ്.
അപ്പോൾ റംസാൻ ആശംസകൾ. ഓക്കെ, അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ അടുത്ത ആളെ തപ്പി പോവാണ് ഗൈസ്. അപ്പോൾ നിങ്ങളിപ്പോൾ മാക്സിമം ലൈക്ക് അടിക്കണം. ഇത് കാലിക്കറ്റ് റമദാൻ സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ നാളെ നോമ്പാണ്. അപ്പോൾ ഇനി ഒരു മാസം കഴിഞ്ഞാലേ ഇങ്ങനത്തെ ഒരു തിരക്കുണ്ടാവുള്ളൂ. പിന്നെ ഈ പെരുന്നാളിൻ്റെ തലേന്ന് ഇങ്ങനത്തെ ഒരു തിരക്കുണ്ടാവുള്ളൂ ഗൈസ്. ഗൈസ് ഓക്കെ ഓക്കെ ഗൈസ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നാളെ നോമ്പല്ലേ, എന്താ പറയാനുള്ളത്? എന്ത് പറയാ, നാളെ ഒരു പട്ടിണി. ഓക്കെ, അപ്പോൾ റംസാൻ ആശംസകൾ. ഓക്കെ, റംസാൻ ആശംസകൾ. ഓക്കെ, റംസാൻ. ഓക്കെ, റംസാൻ ആശംസകൾ. ഓക്കെ, റംസാൻ. ഓക്കെ, ഹാപ്പി റംസാൻ. ഓക്കെ ഓക്കെ, റംസാൻ. ഓക്കെ, ഓ 30 പിടിക്കും. ഓ ഗൈസ്, അപ്പോൾ തുടക്കം മുതൽ ഇവിടെ മൊത്തം നമ്മളെ ഫാൻസ് ഇത്രയും വിചാരിച്ചില്ല. അതെ, ഓക്കെ, ഹാപ്പി ഗൈസ്. നമ്മൾ ഇവിടെ നിന്നൊക്കെ ഒരാൾ വിളിച്ച് ഓടി അവിടെ പോയി പിടിക്കുകയാണ് ഗൈസ്. അപ്പോൾ റംസാൻ ആശംസകൾ. ഓക്കെ, അപ്പോൾ അടിപൊളിയാക്കാം. ഓക്കെ, കച്ചവടമൊക്കെ പോയി ജയിക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ ട്രയൽ റൂമിൽ ഒരാൾ വിളിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഈല കുറച്ച് ആൾക്കാർ ഓടിയിട്ടുണ്ട്. പിന്നെ മേലെ കുറച്ച് ടീമുണ്ട്. നമുക്ക് എല്ലാവരും പെരുന്നാളിൽ വെച്ച് കാണാം. അപ്പോൾ ഇനി പെരുന്നാളിന് ഞാൻ ഒരു വരവും കൂടി വരും ഗൈസ്. അപ്പോൾ എല്ലാവരും എടുത്ത് ഗൈസ് അങ്ങനെ നമ്മൾ പോവാണ് ഗൈസ്. പെരുന്നാൾ എല്ലാ റംസാൻ ആശംസകൾ. ഓക്കെ, എന്തൊക്കെ നോമ്പിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം? എന്തൊക്കെ മാറ്റങ്ങളാണ് ഉദ്ദേശിക്കുന്നത്? പറഞ്ഞോളൂ, പറഞ്ഞോളൂ, മടിക്കണ്ട. പല മാറ്റങ്ങൾ നന്നാക്കി എടുക്കാണ്ട്. ഓക്കെ, ഇത് അവസാനത്തെ തിരക്കായിരിക്കും അല്ലേ? ഇനി പെരുന്നാളിന്റെ തലേന്നല്ലേ ഈ തിരക്കുണ്ടാവുള്ളൂ? പെരുന്നാളിന്റെ തലേന്ന്. ഓക്കെ ഗൈസ്, ഇത് കാലിക്കറ്റ് SM സ്ട്രീറ്റിലെ തിരക്കാണ്. ഇതൊക്കെ ഇവിടുത്തെ സ്റ്റാഫുകളാണ്. അപ്പോൾ ക്യാമറ നോക്കി ഓക്കെ ഗൈസ്, അങ്ങനെ ഇവിടുത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് പോവാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഫാൻസാണ് ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ഫാൻസ്. ഹായ്. ഓക്കെ ഗൈസ്, ഇവിടെ മൊത്തം ഫാൻസുകൾ ഓടി മറിയുന്നു ഗൈസ്. ഇവിടെ ഒരു ഫാൻസ് പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് മൊത്തം ഫാൻസാണ്. അപ്പോൾ റംസാൻ ആശംസകൾ. ഓക്കെ, റംസാൻ ആശംസകൾ. റംസാൻ. ഓക്കെ ഗൈസ്, ഇവിടെ മൊത്തം ഫാൻസ്. ഓക്കെ ഓക്കെ, എന്നാൽ എല്ലാവരും ഒന്ന് ക്യാമറ നോക്കി രായി പറഞ്ഞോളൂ. ഓക്കെ മതി. ഓക്കെ, ഓ പെരുന്നാളിന് കാണാം ഗൈസ്. വൻ സ്ട്രീറ്റാണ്, വൻ വിലക്കുറവിൽ. ഇതേമാതിരി ഒരു സ്ട്രീറ്റ് നിങ്ങൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ഗൈസ്. മതി 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 ഗൈസ്, ഇവിടെ ഫുൾ ബിസിയാണ് ഗൈസ്. വേറെ 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 ഗൈസ്, ഇത് വേറെ സ്ട്രീറ്റ്. എടോ, ഒച്ചപ്പാടുണ്ടാക്കരുത്. ഇല്ല. ഓക്കെ ഗൈസ്, ഇവരെല്ലാരും ഇവിടെ അടിപൊളിയാണ്. പിന്നല്ലേ റംസാൻ ആശംസകൾ. ഓക്കെ, ഇത് ഓക്കെ. അപ്പോ നോമ്പ് 30 എടുക്കണോ? 35. ഓക്കെ, അപ്പൊ ശരി. പോരാ പോരാ ഗൈസ്, ഇവിടെ മൊത്തം ഒന്ന് പരിചയപ്പെടുത്താനുണ്ട്. ഹാപ്പി അല്ലേ? അല്ല മോനെ, എന്നെ കണ്ടതോട് കൂടി ഹാപ്പി അല്ലാണ്ടായി. ഹാപ്പി അല്ലാണ്ടായി. ഓക്കെ, ഓ ഉണ്ടാവും. ഓ, അപ്പോ റംസാൻ ആശംസകൾ. ഓക്കെ, റംസാൻ ആശംസകൾ. ക്യാമറ നോക്കി ആയി പറഞ്ഞു. ഓക്കെ, അനസ് വ്ലോഗ് 21 യൂട്യൂബ് ചാനലാണ്. യൂട്യൂബ് ചാനൽ. ഓക്കെ, ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ പോവാണ് ഗൈസ്. ഗൈസ്, ഇതാണ് നമ്മളെ ഇവിടെ തണൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ നിർമ്മിച്ച ഒരു സംഗതിയാണ്. ഈ മേലക്കൂടുള്ള ഒരു പച്ച ഷീറ്റ് കെട്ടിയിട്ട്. ഇപ്പോൾ ഫെബ്രുവരി ആയതുകൊണ്ട് നല്ല ചൂടാണ് ഗൈസ്. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു തണൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സ്ട്രീറ്റിൽ ആൾക്കാർക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഇവർ ഉണ്ടാക്കി വെച്ചതാണിത്. ഓക്കെ ഗൈസ്, ഹായ്. റംസാൻ ആശംസകൾ. അപ്പോൾ നാളെ റംസാൻ ആണല്ലോ. അപ്പോൾ എന്തൊക്കെയാ പറയാനുള്ളത്? എല്ലാവരും നോമ്പ് നോക്കണം. അവിടെ അവിടെ ഇനി അടുത്ത നമ്മൾ കഴിപ്പുണ്ട്. അഭിപ്രായം കേൾക്കണം.
റംസാൻ ആശംസകൾ. ഓക്കെ, അപ്പോൾ പെരുന്നാളിന് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്താനുള്ളത്? എല്ലാ നോമ്പിന് നോമ്പിനെന്താ എല്ലാരും നല്ല രീതിയിൽ നടക്കുക തന്നെ. ഓക്കെ ഓക്കെ ഗൈസ്, ഇത് മൊത്തം ഫാൻസ് ആണ്. ഓ തിരിഞ്ഞി, ഓ റെഡി ഗൈസ്. റംസാൻ ആശംസകൾ. ഒരു ക്യാമറ നോക്കി രായ പറഞ്ഞോളൂ. ഓക്കെ. ഓ റംസാൻ ആശംസകൾ. ഓക്കെ, റംസാൻ ആശംസകൾ. ഓക്കെ, എന്തേ പറയാനുണ്ടോ? ദുബായ്ക്കാരനാ? ഓക്കെ, നിങ്ങൾ ഇവിടെ ഉള്ള? ഓ മൂപ്പരാറെ. നിങ്ങൾ എവിടെ എടുത്തുകാരനാ? ഇവിടുത്തുകാരനല്ല. ഓക്കെ, ദുബായ്ക്കാരനെക്കാട്ടി നല്ലത് എനിക്ക് ഇവിടുത്തുകാരാണ്. ഞാൻ ഇവിടുത്തുകാരനല്ലല്ലോ. എടുത്തുകാരനാ പറഞ്ഞോളൂ. പറഞ്ഞോളൂ. അപ്പൊ യൂട്യൂബിൽ വെച്ച് കാണാം. അപ്പൊ ക്യാമറ നോക്കി രായ പറഞ്ഞോളൂ. ഓക്കെ. ഓക്കെ ഗൈസ്, നമ്മള് വലിയൊരു ആരാധകൻ. റംസാൻ ആശംസകൾ. ഓക്കെ, അപ്പൊ ക്യാമറ നോക്കി രായ പറഞ്ഞോളൂ. ഓക്കെ ആണല്ലേ? ഓക്കെ, റംസാൻ ആശംസകൾ. ഓക്കെ, റംസാൻ ആശംസകൾ. ഓക്കെ അല്ലേ? ഓക്കെ, 30 നോമ്പ് എടുക്കൂല നിങ്ങള്? ഉറപ്പല്ലേ? ഓക്കെ, അപ്പോ ക്യാമറ നോക്കി രായ പറഞ്ഞോളൂ. ഓക്കെ ഗൈസ്, അങ്ങനെ SM സ്ട്രീറ്റ് വിട പറഞ്ഞ് നമ്മൾ നേരെ പുറത്തേക്ക് കടക്കാൻ പോവാണ്. ഇന്ന് റംസാൻ ആയത് കാരണം ഇത്രയും തിരക്കാണ് ഇവിടെ. വൻ തിരക്കാണ് ഗൈസ്. പിന്നെ കുപ്പിവള എല്ലാ ഐറ്റംസും ഉണ്ട്. ഓക്കെ, കച്ചവടം ഉച്ചാറല്ലേ? തുടങ്ങിയിട്ടില്ല, റെഡി ആയിക്കോളൂ. ഓക്കെ, അപ്പൊ ക്യാമറ നോക്കി രായ പറഞ്ഞോളൂ. ഒരായി പറഞ്ഞോളൂ. ഓക്കെ, റംസാൻ ആശംസകൾ. ഓക്കെ അല്ലേ? ഓക്കെ ഗൈസ്, എല്ലാവരും റംസാനെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നോമ്പ് തുടങ്ങാൻ പോവാണ്. ഇനി ഇതേമാതിരി ഒരു സ്ട്രീറ്റ് നോമ്പിന് ശേഷം ഉണ്ടാവുള്ളൂ ഗൈസ്. ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് ഗൈസ്. ഇതുവരെ ഇനി നോമ്പിന് ശേഷം ഉണ്ടാവുള്ളൂ. ഓക്കെ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഉഷാറ്. അപ്പൊ റംസാൻ ആശംസകൾ. ഒരു ക്യാമറ നോക്കി രായ പറഞ്ഞോളൂ. ഒരായി പറഞ്ഞോളൂ. ഓക്കെ, യൂട്യൂബ് ചാനലാണ് അനസ് വ്ളോഗ് 21. ഓക്കെ അല്ലേ? ഓക്കെ 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 ഓക്കെ, റംസാൻ ആശംസകൾ. ഓക്കെ ഓക്കെ ഗൈസ്, എല്ലാവരും ഉഷാറാണ്. ഇനി നമ്മൾ നേരെ ഇവിടുന്ന് വിട പറയാണ് ഗൈസ്. ഇവിടെ വൻ തിരക്കാണ് ഗൈസ്, വൻ തിരക്കാണ് ഇവിടെ ഉണ്ടാവല്. അങ്ങനെ ഇനി നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് കിടക്കാൻ പോവാണ് ഗൈസ്. ഇതാണ് നമ്മളെ കാലിക്കറ്റ് ബസ് സ്റ്റാൻഡ്. ഇതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ബസ്സിന് വേണ്ടി കാത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ പച്ചക്കറി തോട്ടത്തിലേക്കാണ് കയറാൻ പോണത് ഗൈസ്. അങ്ങനെ പച്ചക്കറി തോട്ടത്തിലേക്ക് എത്തി. പച്ചക്കറിയാണ് ഇവിടെ വിൽക്കുന്നത്. ഇവിടെ ഫുൾ പച്ചക്കറിയാണ് ഗൈസ്, മൊത്തം പച്ചക്കറിയാണ്. റംസാൻ ആശംസകൾ. ഓക്കെ, എങ്ങനെയുണ്ട്? നോമ്പിന് എന്തെങ്കിലും വില കുറയ്ക്കുന്നുണ്ടോ? നോമ്പിന്റെ വിഷയത്തിലേക്ക് ഇപ്പൊ പറയാൻ വെച്ചാല് ഇവിടെ ഇപ്പോ നമ്മളെ നാട്ടുകാർക്ക് വളരെ സന്തോഷപ്പെട്ടിട്ട് ടൈമാണ്. എന്താ വെച്ചാല് വെളുത്തുള്ളി എന്ന് പറഞ്ഞ സാധനം 400 വിറ്റ സാധനം വെറും 100 റുപ്യക്ക് ഗൈസ്. റമദാൻ ആയതുകൊണ്ട് ഇവിടെ വൻ വില കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത് അല്ലേ? ഓക്കെ. പിന്നെ ചെറുള്ളി ഓക്കെ 1 കിലോന്റെ വില 40 രൂപ. ഓക്കെ. തക്കാളി 1 കിലോന്റെ വില 20 രൂപ. ഓക്കെ. കത്തിരിയും വളരെയേറെ വില കുറവാണ്ടത്. ബോംബാളിന്റെ വില 50 രൂപ. ഓക്കെ. അല്ല 35 രൂപ. ഓക്കെ. ബോംബാളിന്റെ. അപ്പോ നോമ്പിന് ഉഷാറാക്കി. അപ്പോ ഒരു ക്യാമറ നോക്കി രായ പറഞ്ഞോളൂ. ഓക്കെ ഗൈസ്, ഇനി നമ്മള് വേറൊരു പച്ചക്കറി സ്ട്രീറ്റില്. ഇല്ല, ഒരു തിരക്കുമില്ല, പറഞ്ഞോളൂ. ഒന്നുമില്ല മോനെ, പറഞ്ഞോളൂ. തിരക്കിലാണ്. ഓക്കെ ഗൈസ്, നമ്മൾക്ക് ഒരു തിരക്കില്ല ഗൈസ്. അപ്പോൾ ഇതാണ് അടുത്ത സ്ട്രീറ്റ് വരുന്നത്. ഇവിടെ ഫുൾ പച്ചക്കറിയാണ് ഗൈസ്. ഇവിടെ മൊത്തം പച്ചക്കറിയാണ്. ഇതും നമ്മൾ നോമ്പിൻ്റെ ഒരു തിരക്കാണ് ഇവിടെ ഇനി കാണാൻ പോണത്. ഹായ്. ഓക്കെ, നോമ്പ് ഉഷാറാക്കണം. ഓക്കെ ഗൈസ്, അങ്ങനെ എല്ലാവരും നോമ്പിന് വേണ്ടിയിട്ടുള്ള കച്ചവടത്തിൻ്റെ തിരക്കിലാണ്.
ഇതാണ് നമ്മളെ പച്ചക്കറി തോട്ടം. പച്ചക്കറി ഒരു വൻ വാണിഭ റേറ്റിൽ വൻ വിഷയം വില കുറച്ച് കൊടുക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ നോമ്പ് ഉഷാറാക്കണം നമുക്ക്. ഓക്കെ അല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരും ഇവിടെ വൻ കച്ചവടത്തിൻ്റെ തിരക്കിലാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ഇത് മൊത്തം പച്ചക്കറിയാണ്. പച്ചക്കറി വൻ വിലക്കുറവിൽ ഇവിടെ കിട്ടും ഗൈസ്. അപ്പോൾ എല്ലാവരും ഓരോരോ തിരക്കിലാണ് ഗൈസ്. എല്ലാവരും തിരക്കിലാണ് ഗൈസ്. ഇതാണ് നമ്മളെ പാളയം പച്ചക്കറി മാർക്കറ്റാണ് ഇതിൻ്റെ ക്യാമറയിൽ കണ്ടത് ഗൈസ്. ഇനി നേരെ മറിച്ച് നോക്കുകയെന്ന് വെച്ചാൽ ഫ്രൂട്ട്സ്, നല്ല വിലക്കുറവിൽ ഫ്രൂട്ട്സ് അടിപൊളി ആണല്ലേ? നോമ്പിന് എന്താ സ്പെഷ്യൽ ഉള്ളത്? എല്ലാ സാധനവും ഉണ്ട്, മൊത്തം സാധനം ഓഫർ ആക്കി കൊടുക്കുക ആണല്ലേ? ഓക്കെ ഗൈസ്. അപ്പൊ ഗൈസ്, ബോസ് പറഞ്ഞ മാതിരി തന്നെ നല്ല വിലക്കുറവിലാണ്. ഇതെന്തേലും സാധനം? ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഓക്കെ, ആപ്പിള്, പേരക്ക, മാങ്ങ, അതിന്റെ പേര് നമുക്ക് ഇപ്പം അറിയില്ല. അതിന്റെ പേര് കിവി എന്നാണ്. പിന്നെ വത്തക്ക, കൈതച്ചക്ക, ഓറഞ്ച്, മുന്തിരി, പച്ചമുന്തിരി, കറുപ്പ് മുന്തിരി, മാങ്ങ, പിന്നെ അപ്പുറത്ത് കർമൂസ. അങ്ങനെ ഒരുവിധം പേരിൽ കഴിയാത്ത അടിപൊളി ഫ്രൂട്ട്സുകൾ ഇവിടെ പാളയത്ത് വന്നാൽ കിട്ടും. അപ്പോൾ ഈ വീഡിയോ കണ്ടു വരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഗൈസ്, അപ്പോൾ അടിപൊളിയല്ലേ? അടിപൊളി. നാരങ്ങക്ക് വളരെ 1.5 കിലോ 100 റുപ്യാണ് വിൽക്കുന്നത്, വില കൊടുത്തിട്ട്. അപ്പം നോമ്പിന് ഒന്നുകൂടി കുറയ്ക്കണ്ട നിങ്ങൾ? നോമ്പിന് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനത്തിനും കൂടുതൽ ഡിമാൻഡാണ്, പക്ഷേ വില കുറച്ചിട്ടാണ് സാധനം ഇവിടുത്തെ പച്ചക്കറി മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ ക്യാമറ നോക്കി ആയി പറഞ്ഞോളൂ. പച്ചക്കറി മാർക്കറ്റിൽ ഒരു ഹായ് വില കുറച്ചിട്ട് സാധനം കൂടി 1.5 കിലോ 100 റുപ്യൊക്കെ നാരങ്ങ കൊടുക്കണേ. മറ്റുള്ള എല്ലാ സാധനത്തിനും വില കുറവാണ്. ആൾക്കാർ പറയും പൊതു സാധനത്തിനൊക്കെ ജീവി പിടിച്ച വിലയാണ്. ഇവിടെ വില ഒന്നും കൂടുതലൊന്നുമില്ല, സാധാരണക്കാട്ടി വില കുറവാണ്. ഓക്കെ, നല്ല ഓറഞ്ച് കളർ, ഓറഞ്ച് ഇല്ലേ? 1.5 കിലോ 100 റുപ്യ. 1.5 കിലോ 100. ഓക്കെ ഗൈസ്, മാങ്ങ 160 റുപ്യ. നല്ല മധുരം ഗൈസ്, മഞ്ഞ മാങ്ങ അടിപൊളി, നല്ല മധുരമുള്ളത്. പൈനാപ്പിൾ 80 റുപ്യ കിലോ. അത് വില ലേശം കൂടുതലാണ്. അത് ലേശം ഈ ചൂട് സമയത്ത് ലേശം ഇതൊക്കെ ഈ വെള്ളത്തിന്റെ ആവശ്യം എല്ലാ സാധനത്തിനും. ഓക്കെ, ഈ 2 സാധനത്തിന്റെ വില കൂടുതലാണ്. അപ്പോ കറുപ്പ് മുന്തിരി. ഒരു കാര്യം പറയാനുണ്ട്, റംസാൻ ആശംസകൾ. അപ്പോൾ നോമ്പ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഉഷാറാവട്ടെ. അപ്പോൾ ക്യാമറ നോക്കി ഒരു ഹായ് പറഞ്ഞോളൂ. ഓക്കെ ഗൈസ്, ഇവിടെയാണ് അടുത്ത ഒരു കച്ചവടം വരുന്നത്. എല്ലാം ഉഷാറല്ലേ? ഓക്കെ, അപ്പോൾ ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ എങ്ങനെ നോമ്പ് ഉഷാറാക്കല്ലേ? വരൂ, എന്തായാലും വരൂ. അപ്പോൾ ക്യാമറ നോക്കി ഒരു ഹായ് പറഞ്ഞോളൂ. ഓക്കെ ഗൈസ്, അങ്ങനെ ഈ സ്ട്രീറ്റിൽ നിന്ന് വിട പറഞ്ഞ് നമ്മൾ പോവാണ്. ഇതായിരുന്നു പച്ചക്കറി സ്ട്രീറ്റ്, ഇതായിരുന്നു. ഹായ്, ഹാപ്പി റംസാൻ. ഓക്കെ, അപ്പോൾ നോമ്പ് ഉഷാറാക്കണ്ടേ? ഓക്കെ, അപ്പോൾ പേരെന്താ? ഓക്കെ, അപ്പോൾ നോമ്പിന് അടിപൊളിയാക്കണോ? അപ്പോൾ ഒരു ക്യാമറ നോക്കി ഒരു ഹായ് പറഞ്ഞോ. ഓക്കെ, ഹാപ്പി റംസാൻ. എന്നാൽ കുത്തിയാൽ മതി. ഹാപ്പി റംസാൻ. ഓക്കെ, അപ്പോൾ റംസാൻ അടിപൊളിയാക്കണം കേട്ടോ, നോമ്പെടുക്കണേ. ഓക്കെ, എൻ്റെ യൂട്യൂബ് ചാനലാണ് അനസ് വ്ലോഗ് 21. ബൈ ഗൈസ്. അങ്ങനെ വിട പറഞ്ഞ് പോവാ ഗൈസ്. ഹാപ്പി റംസാൻ. നോമ്പ് അടിപൊളിയാക്കണോ? 30 നോമ്പ് എടുക്കണോ? അപ്പോൾ നോമ്പിന് എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾ വരുത്താൻ പോണേ? ഓക്കെ, അപ്പോൾ അടിപൊളിയാവട്ടെ. അപ്പോൾ ക്യാമറ നോക്കി ഒരു ഹായ് പറഞ്ഞോ. ഓക്കെ ഗൈസ്, വൻ തിരക്കാണ്. കോഴിക്കോട് സിറ്റി മൊത്തം തിരക്കിൽ പെട്ട് കിടക്കുക ഗൈസ്. ഹായ്, റംസാൻ മുബാറക്. എങ്ങനെയൊക്കെ ഉണ്ട് നോമ്പൊക്കെ? എന്തൊക്കെ ചെയ്യണം നമ്മൾ നോമ്പിന്? നോമ്പ് കുടിക്കണം, ഭക്ഷണം കഴിക്കണം, എല്ലാം കഴിക്കണം. ഓക്കെ, അപ്പോൾ നോമ്പിന് ഭക്ഷണം കഴിച്ചാൽ എങ്ങനെ റെഡി ആവോ? നോമ്പ് തുറന്നിട്ടില്ല, മുസൽമാനല്ല. ആണോ? ഓക്കെ, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ ക്യാമറ നോക്കി ഒരു ഹായ് പറഞ്ഞോ. നോമ്പ് ഉഷാറാകട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ വെയിൽ കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ കമ്മ്യൂണിറ്റി പാർട്ടികൾ ഇങ്ങനെ ചെയ്തു വെച്ചതാണ്. ഇവിടുത്തെ ആൾക്കാർ വെയിൽ കുറയാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പച്ച ശീല മേലെ കൊണ്ട് മറിച്ചതാണ്. ഇതൊക്കെ ആരാണാവോ? എനിക്കറിയില്ല ഗൈസ്.
ചിരിച്ചുകൊണ്ട് പോകണ് ഗൈസ്. റംസാൻ മുബാറക്. റംസാൻ ഓക്കെ. അപ്പോൾ നോമ്പിന് അടിപൊളിയാക്കാം. ഓക്കെ അല്ലേ? ഓക്കെ ഗൈസ്. അങ്ങനെ ഗൈസ് എന്തോ ഒന്ന് പറയാൻ വന്നു. അതെ, അനസ് വ്ലോഗ് 21. അപ്പോൾ നോമ്പിന് എന്തെങ്കിലും പറയാനുണ്ടോ? 2 വാക്ക് പ്രേക്ഷകർക്ക് വേണ്ടി. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ പിന്നെയും പോവാണ് ഗൈസ്. അടുത്ത ആളെ കിട്ടിയിട്ടുണ്ട്. ഹായ്. അപ്പോൾ റംസാൻ ആശംസകൾ. അപ്പോൾ നോമ്പിന് എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് പ്രേക്ഷകരോട്? എന്താ പറയാനുള്ളത്? സാധാരണ നോമ്പിന് അപ്പോൾ നമ്മൾ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരോട് നമ്മൾ എന്തെങ്കിലും അനാവശ്യമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും അതോ പെരുമാറിയിട്ടുണ്ടെങ്കിലും അവരോടൊക്കെ പുറക്കിന് തേടാണ്. ഇപ്പോഴാ പറ്റിയ സമയമാണ് ഇനി. അപ്പോൾ അങ്ങനെ എല്ലാവരോടും നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ വളരെ ഉപകാരം. അപ്പോൾ ക്യാമറ നോക്കി രായ പറഞ്ഞോളൂ. അപ്പോൾ റംസാൻ മുബാറക്. ഓക്കെ ഗൈസ്. അങ്ങനെ അത് കഴിഞ്ഞു. ഇനി നമ്മൾ പോവാണ്. ഇവിടെ ഡ്രസ്സിൻ്റെ വൻ തിരക്കിലാണ് ഗൈസ് റംസാൻ പ്രമാണിച്ച്. ഇനി നമ്മൾ നേരെ മുകളിലുണ്ട് ഗൈസ്. ഇവിടെ മുകളിൽ നോക്കാന്ന് വെച്ചാൽ ഇവിടെയും തിരക്കാണ് ഗൈസ്. അപ്പോൾ റംസാൻ മുബാറക്. ഓക്കെ റംസാൻ മുബാറക്. ഓക്കെ ഹലോ റംസാൻ മുബാറക്. ഹായ് റംസാൻ മുബാറക്. ഓക്കെ. ഒരു യൂട്യൂബ് ചാനലാണ് അനസ് വ്ലോഗ് 21. ബൈ ഗൈസ്. ഇതാണ് നമ്മളെ SM സ്ട്രീറ്റിലെ തിരക്കെന്ന് പറഞ്ഞാൽ. ഫുൾ എവിടെ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണ് നമ്മളെ ഈ സ്ട്രീറ്റിലുണ്ടാവുക ഗൈസ്. ഗൈസ് ഇതൊക്കെ ഇവിടുത്തെ സ്ട്രീറ്റിലെ ആൾക്കാരാണ് ഗൈസ്. ഇത് മൊത്തം ഇവിടെ വൻ വിലക്കുറവിലാണ് ഇവിടുത്തെ ഡ്രസ്സും കാര്യങ്ങളും ഗൈസ്. ടോപ്പുകളൊക്കെ ഗൈസ്. ഷർട്ടൊക്കെ 250 ഗൈസ്. ഗൈസ് ഇവിടുത്തെ സ്ട്രീറ്റിലെ സാരിയാണ് കാണുന്നത്. SM സ്ട്രീറ്റിലാണ് ഇത് കിട്ടുള്ളൂ ഗൈസ്. വേറെ എവിടെയും കിട്ടൂല. ഓക്കെ ഓക്കെ ഗൈസ്. ഗൈസ് ഇതൊക്കെ കിട്ടണമെങ്കിൽ കാലിക്കറ്റ് SM സ്ട്രീറ്റിലേക്ക് നിങ്ങൾ വരണം. ഓക്കെ ഗൈസ് കണ്ടില്ലേ ഫുള്ള്. അപ്പം എല്ലാവരും നോക്കിയൊരു ഹായ് പറഞ്ഞോ. ഓക്കെ ഗൈസ്. ഇവിടെയും കുറേ ആൾക്കാരുണ്ട്. ഇവിടെ റംസാൻ പ്രമാണിച്ച് എന്തൊക്കെയാണുള്ളത്? ഒന്നുമില്ല. ഓക്കെ ഹാപ്പി അല്ലേ? എൻ്റെ കല്യാണമൊക്കെ എന്തായി? എൻഗേജ്മെന്റ്. ഓക്കെ ഗൈസ്. ഇവിടെ മൊത്തം തിരക്കാണ് ഗൈസ്. സുഖല്ലേ എല്ലാവർക്കും? നോമ്പല്ലേ? അപ്പോൾ നോമ്പിന് എന്തൊക്കെ മാറ്റങ്ങളാണ് ലൈഫിൽ വരുത്തുന്നത്? തടി കുറയ്ക്കൂ. ഓക്കെ നിങ്ങളോ? ഓക്കെ നിങ്ങളോ? പള്ളി പോവും. ഓക്കെ. ഓ സിനിമയിലെടുക്കും. ഓ എന്തൊക്കെ വേഷം വേണ്ടി? എന്തൊക്കെ വേഷം വേണ്ടി? എന്ത് വേഷം എടുക്കും ആണല്ലേ? ഓക്കെ ഗൈസ്. ഇവർക്ക് സിനിമയിൽ കയറണം എന്ന് പറഞ്ഞു. അപ്പോൾ വലിയ ആൾക്കാർ ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒരു വേഷം ചെയ്ത് കാണിക്കുമോ? അത് കാണിക്കൂല. അത് സീക്രട്ട് ആണ്. വേഷങ്ങൾ ആണെങ്കിൽ അവിടെ വന്നാൽ മതി. ഞായറാഴ്ച തട്ടിന്റെ മുകളിൽ നിന്ന് നമ്മളിങ്ങനെ മറിഞ്ഞടിക്കാൻ പോലും. ഓ ഓക്കെ. അപ്പോൾ എല്ലാവരും ക്യാമറ നോക്കി ആയോ പറഞ്ഞു. എന്നാ പോകുന്നില്ല വ്ളോഗ്. അത് രാത്രി. ഓക്കെ അല്ലേ? അൽഫാം. ഓക്കെ അൽഫാമാണ്. എന്താ ഓക്കെ. ഇത് റംസാന്റെ ഒരു വ്ളോഗാണ്. അപ്പോൾ അതെ. അപ്പോൾ എല്ലാവരും ഉഷാറാക്കുക. നോമ്പാണ്. ഓക്കെ അല്ലേ? ഓ ഗൈസ്. ഇനി നമ്മളിന്ന് സ്ട്രീറ്റ് മൊത്തം ഒന്ന് എടുക്കുന്നുണ്ട് ഗൈസ്. ഗൈസ് ഈ വ്ളോഗ് മൊത്തം എൻ്റെ ചാനലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ നിന്ന് റംസാൻ പ്രമാണിച്ച് വൻ എല്ലാ കാര്യങ്ങളും ഞാൻ വ്ളോഗിൽ ഇടുന്നുണ്ട് ഗൈസ്. വനക്ക് എന്തോ ഒരു കഴിവൊക്കെ ഉണ്ട്. എന്താണ് കഴിവ്? എല്ലാം കഴിവാണ് കൽബേ. ആണല്ലേ? ഓക്കെ കഴിവാണ്. അപ്പോൾ നോമ്പ് ഉഷാറാക്കാം. നോമ്പ് ഉഷാറാക്കാം. അപ്പോൾ ക്യാമറ നോക്കി ആയി പറഞ്ഞോ ഗൈസ്. കോഴിക്കോട് മാത്രമേ ഇങ്ങനത്തെ ഒരു സ്ട്രീറ്റ് ഉണ്ടാവുള്ളൂ. കോഴിക്കോട് സിറ്റിയിൽ വന്നാൽ നിങ്ങൾ SM വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ് ഗൈസ്. അടിപൊളി സ്ട്രീറ്റാണ്. അത്രയും ജനങ്ങളാണ്. എല്ലാ ജില്ലയിലുള്ള ആൾക്കാരും ഇവിടേക്ക് വരും. അടിപൊളിയാണ്. ഒന്നും പറയാനില്ല. അപ്പോൾ ഒരുപാട് ഫാൻസ് ഉള്ള ഒരു സ്ഥലമാണ്. ഹായ് റംസാൻ. നോമ്പ് ഉഷാറാവട്ടെ. ഓക്കെ. എന്തായാലും നിങ്ങളും കത്തി. ഓക്കെ. ഗൈസ് ഒരുപാട് ഡ്രസ്സിൻ്റെ കടകളും എല്ലാം ഉണ്ട്. ഇത് അവിടെ തന്നെ അതാ സ്ട്രീറ്റ് ലൈഫൊക്കെ ഇതാ. പിന്നെ ഒരുപാട്
കടകളുള്ള ഒരു ഷോപ്പ് തന്നെയാണ്. ഇതാ ഗേൾസിൻ്റെ വെച്ചാൽ ഗേൾസിൻ്റെ ഉണ്ട്, ഒരുപാടുണ്ട്. റംസാൻ പ്രമാണിച്ചാണ് ഇവിടുത്തെ തിരക്ക് വരുന്നത്. ഫുള്ള് തിരക്കാണ് ഗൈസ്. ഇന്റെ വ്ളോഗിൽ വന്ന ടീം. ഓക്കെ, അപ്പോൾ റംസാൻ മുബാറക്ക്. ഓക്കെ, അപ്പോൾ പെരുന്നാളും നോമ്പും ഒക്കെ കളറാക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ക്യാമറ നോക്കി ആയി പറഞ്ഞോ. ഓക്കെ ഗൈസ്, അതൊക്കെ നമ്മളെ സബ്സ്ക്രൈബേഴ്സാണ് ഗൈസ്. അതൊക്കെ നമ്മളെ സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ നമ്മളെ വ്ളോഗ് അവസാനിക്കാൻ പോവാണ്. ഇവിടെ ഷൂട്ട് ചെയ്യാന്ന് വെച്ചാൽ ഒരുപാട് കാണിച്ചു തരാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേമാതിരി അടിപൊളി നോമ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ഓക്കെ, ബൈ.